അപ്പൊ ഇതില് നമുക്ക് AVLന്റെ ഇൻസേർഷൻ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഇൻസേർഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന്റെ നോട്ട്സുകൾ ഇപ്പൊ 50, 20 അങ്ങനെയാണ് വന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ഇൻസേർട്ട് 50 നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ 50 ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് 50 ഇതിന്റെ ബാലൻസ് ഫാക്ടർ എത്രയാ? 0. അപ്പൊ 3 എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ആണ്. ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തത് എന്താണ്? ഇൻസേർട്ട് 20 ഇൻസേർട്ട് 20 ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കി ആദ്യത്തെ നോഡ് 50 ആണ്. അപ്പൊ 50നേക്കാളും ലെസ് ആണ് 20. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ആഡ് ചെയ്തു 20 എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് 1, ഇതിന്റെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് 0. ഇനി അടുത്തതെന്ന് പറയുന്നത് അപ്പൊ ഇതും എന്താണ്? ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് 60 നമ്മൾ 60 ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നോഡ് നോക്കി 50 റൂട്ട് നോഡ് നോക്കി റൂട്ട് നോഡിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ 60 നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഓൾറെഡി ഇവിടെ എന്തുണ്ട്? നമ്മുടെ 20 ഉണ്ട്. ഇനി ഇതിന്റെ എന്ന് പറയുന്നത് 0, ഇതിന്റെ എന്ന് പറയുന്നത് 0, ഇതിന്റെ എന്ന് പറയുന്നത് ബാലൻസ് ഫാക്ടർ 0. സോ എന്താണ്? ബാലൻസ്ഡ് ആണ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇൻസേർട്ട് 10 അല്ലെ? ഇൻസേർട്ട് 10. അപ്പൊ നമ്മൾ ആദ്യത്തെ നോഡ് നോക്കി. ആദ്യത്തെ നോഡ് എന്ന് പറയുന്നത് 50 ആണ്. 50നേക്കാളും ലെസ് ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? 20 ഉണ്ട്. 20നേക്കാളും ലെസ് ആണ്. സോ എന്ത് വന്നു? ഇങ്ങോട്ട് വന്നു 10 വന്നു. ഇവിടെ എന്തുണ്ട്? ഓൾറെഡി 60 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് 2 - 1 ബാലൻസ് ഫാക്ടർ 1 വരും. ഇവിടെ 1 വരും. ഇവിടെ 0 വരും. ഇവിടെ 0 വരും. ഇതും എന്താണ്? ബാലൻസ്ഡ് ആണ്. ട്രീ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ്. ഇനി അടുത്ത കേസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ 10 കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് 8. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് 8. അപ്പൊ നമ്മൾ വീണ്ടും 50 ഉണ്ട്. ഓൾറെഡി ഉള്ള നോഡ് അതുപോലെ തന്നെ എഴുതാം. 20, 60, പിന്നെ എന്തുണ്ട്? 10 അല്ലെ? 10. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇൻസേർട്ട്. ഓക്കെ. അപ്പൊ 50ക്ക് ലെസ് ആണ് 20, 20ക്ക് ലെസ് ആണ് 10, 10ന് ലെസ് ആണ് എന്തെന്ന് പറയുന്നത് 8. അപ്പൊ നമ്മൾ 8 ഇവിടെ ആഡ് ചെയ്തു. 8 ആഡ് ചെയ്യണ സമയത്ത് നമ്മൾ നോക്കാണ്. ഇവിടെ എന്ന് പറയുന്നത് 3 - 1 2, ഇവിടെ എന്ന് പറയുന്നത് 2 - 0, ഇവിടെ ബാലൻസ് ഫാക്ടർ 2, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 0. അപ്പൊ ഇതെന്താണ്? അൺബാലൻസ്ഡ് ആണ് അല്ലെ? അൺബാലൻസ്ഡ് അറ്റ് 20. ഈ നോഡിലാണ് നമ്മൾ 20 വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലെഫ്റ്റിൽ ആഡ് ചെയ്തപ്പോഴാണ്, അതായത് ഇങ്ങനെ നോക്കുക, എവിടെ ആഡ് ചെയ്തപ്പോഴാണ് ഇത് അൺബാലൻസ്ഡ് ആയത്? ലെഫ്റ്റിൽ ആഡ് ചെയ്തപ്പോഴാണ് അൺബാലൻസ്ഡ് ആയത്. നമ്മൾ ചെയ്യേണ്ട റൊട്ടേഷൻ എന്ന് പറയുന്നത് റൈറ്റ് റൊട്ടേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ലെഫ്റ്റിൽ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? അൺബാലൻസ്ഡ് വന്നത്. റൈറ്റ് റൊട്ടേഷൻ ഓഫ് 20 ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അത് ആദ്യം തന്നെ എഴുതി. ഇനി അപ്പൊ അടുത്തത് എന്തായി? നമുക്ക് വരുമ്പോ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേഷൻ ചെയ്യണത്. അപ്പൊ ബാക്കി അതുപോലെ തന്നെ എന്ത് വന്നു? 50 നമുക്ക് 20 ആണ്. അപ്പൊ 20നെ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് ഈ 20 ഇങ്ങോട്ട് വരുമ്പോ ഈ 10 എന്താവും? അതായത് ഈ 10 ഇവിടെ വരും. 20 എന്ന് പറയണത് ഇവിടേക്ക് വരും. 8 എന്ന് പറയണത് ഇവിടേക്ക് വരും. പിന്നെ എന്തുണ്ട്? 60 ഇവിടെ തന്നെയുണ്ട് അല്ലെ? പിന്നെ ഇതിന്റെ നോക്കുമ്പോ ഇത് 10 ആണ്. 2 - 1 1, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. അപ്പൊ എന്തായി? ബാലൻസ്ഡ്. ഓക്കെ. ബാലൻസ്ഡ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഇൻസേർട്ട് 15 അല്ലെ? ഇൻസേർട്ട് 50. നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇൻസേർട്ട് 50 ചെയ്യണം. നമ്മൾ ഓൾറെഡി ഉള്ള നോഡ് ഇവിടെ എഴുതി. 50, അടുത്തത് 10, അടുത്തത് 60, ഇവിടെ 8, ഇവിടെ എന്ത് വരും? 20 വരും. ഇനി 15 ആണ്. അപ്പൊ ആദ്യത്തെ നോഡിന് നോക്കി അതിനേക്കാളും ലെസ് ആണ്. ഇവിടെ നോക്കി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 10നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ ഇവിടേക്ക് വന്നു. ഇതിന് 20നേക്കാളും ലെസ് ആണ്. അപ്പൊ 15 എന്ന് പറയുന്നത് നമ്മൾ എവിടെ ആഡ് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യും. ഇനി ഇതിന്റെ ബാലൻസ് ഫാക്ടർ നോക്കുന്ന സമയത്ത് ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് 1, 2, 3. 3 - 1 ഇതെന്താവും? 2 ആവും. ഇതെന്ന് പറയുന്നത് 1 - 2 - 1 ആവും. ഇതെന്ന് പറയുന്നത് 0.
ഇതെന്ന് പറയുന്നത് 0, സോറി 1, ഇതെന്ന് പറയുന്നത് 0, ഇതെന്ന് പറയുന്നത് 0. ബാലൻസ് ഫാക്ടർ തെറ്റിയിട്ടുണ്ട്. ബാലൻസ് ഫാക്ടർ തെറ്റിയത് എവിടെയാണ്? 50ലാണ് ബാലൻസ് ഫാക്ടർ. ഇത് എന്ന് പറയുന്നത് എന്താണ്? അൺബാലൻസ്ഡ് ആണ്, അല്ലെ? അൺബാലൻസ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഇത് നോക്കാം, നമ്മുടെ ഡയറക്ഷൻ നോക്കാം. 6 ആക്ക് ആണ്. അപ്പൊ എന്തായാലും ഡബിൾ റൊട്ടേഷൻ ആയിരിക്കും. അതായത് സ്ട്രെയിറ്റ് ലൈനിലല്ല വരുന്നത്, ഒരു 6 ആക്ക് ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ നമുക്കൊരു ഡബിൾ റൊട്ടേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി ഏത് ഡബിൾ റൊട്ടേഷൻ പെർഫോം ചെയ്യണം? അപ്പൊ നമ്മൾ നോക്കാം. ഇതിൽ എവിടെ ആഡ് ചെയ്തപ്പോഴാണ്? ലെഫ്റ്റിന്റെ, അല്ലെ? ലെഫ്റ്റില് റൈറ്റിൽ ആഡ് ചെയ്തപ്പോഴാണ്. അതായത് ഈ നോഡിന്റെ ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ നോഡ് ആഡ് ചെയ്തത്, അല്ലെ? ഈ നോഡിനെ അപേക്ഷിച്ച് ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് വേണ്ടത്? അതായത് ലെഫ്റ്റ് റൈറ്റിലാണ് നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? അൺബാലൻസ്ഡ് ആയിട്ട്. സോ നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ. ഈ 6 ആക്കിലാവുമ്പോൾ ഡബിൾ റൊട്ടേഷൻ നമ്മൾ ആഡ് ചെയ്യണത് മാത്രമേ നോക്കുള്ളൂ. ഇവിടുത്തെ കേസിൽ സിംഗിൾ റൊട്ടേഷൻ ആകുമ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ റൈറ്റ് റൊട്ടേഷൻ, റൈറ്റിലാണെങ്കിൽ ലെഫ്റ്റ് റൊട്ടേഷൻ. ഇതിന്റെ കേസിലാണെങ്കിൽ എന്താ? ലെഫ്റ്റില് റൈറ്റ് ആഡ് ചെയ്തപ്പോഴാണ്. സോ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ളത് ലെഫ്റ്റ് റൈറ്റ് പെർഫോം ചെയ്യേണ്ടത്, അതിന്റെ തൊട്ട് താഴെയുള്ള നോഡാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ലെഫ്റ്റ് റൊട്ടേഷൻ ഫോളോഡ് ബൈ റൈറ്റ് റൊട്ടേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് റൊട്ടേറ്റ് ചെയ്യണം? ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നോഡിനെ ഞാൻ എന്താണ്? ലെഫ്റ്റിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യണം. അതായത് 10നെ, അല്ലെ? ഈ 10നെ ഞാൻ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 50 അതുപോലെ തന്നെ വന്നു. ഇവിടെ എന്ത് വന്നു? 10 വന്നു. ഇവിടെ 60 വന്നു. ഈ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 20. ഇത് ഇങ്ങടാവും. അപ്പൊ 20, 20യുടെ 20ക്ക് താഴെ എന്ത് വന്നു? 20ക്ക് താഴെ ഈ 20യുടെ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതായത് ലെഫ്റ്റ് റൊട്ടേഷൻ ആണ്. സോ നമ്മൾ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 20 എന്ത് വരും? ഇവിടേക്ക് വരും. ഈ 20 നമുക്ക് ഇവിടേക്ക് വരും. ആ 20യുടെ താഴെ എന്ത് വരും? 10 വരും. 10ന്റെ താഴെ, അതായത് 10 വരും. 10നേക്കാളും ഗ്രേറ്റർ ആണ്. അതായത് ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് നോഡിന് എന്ത് വരും? ലെഫ്റ്റ് നോഡ് റൈറ്റ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 10ന്റെ ഈ 20യുടെ ഇതെന്തായി മാറും? ഇതിന്റെ റൈറ്റ് നോഡായിട്ട് മാറും. ഈ 8 അതുപോലെ തന്നെ നിൽക്കും. അതായത് ജസ്റ്റ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് താഴേക്ക് വരും. അപ്പൊ ഈ 20യുടെ ലെഫ്റ്റ് നോഡ് എന്തായി മാറും? ഇതിന്റെ റൈറ്റ് നോഡായിട്ട് മാറും. ഇത് അതുപോലെ തന്നെ മാറ്റും. അപ്പൊ ബാക്കി എന്ന് പറയുന്നത് 1, 2, 3. 3 - 1 2 വരും. ഇവിടെ 2, 2 - 0 2 വരും. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെയും 0. അപ്പൊ വീണ്ടും എന്താണ്? ലെഫ്റ്റ് റൊട്ടേഷൻ മാത്രമേ ചെയ്തു. അതായത് LL നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 20, അല്ല, LL 10 ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്താ? RR. അതായത് ലെഫ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് റൊട്ടേഷൻ ചെയ്യണം. അപ്പൊ റൈറ്റ് റൊട്ടേഷൻ ഓഫ് ഇനി ഏതാ ചെയ്യേണ്ടത്? റൈറ്റ് റൊട്ടേഷൻ ഓഫ് 20. റൈറ്റ് റൊട്ടേഷൻ ഓഫ് 20 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നേരെ എന്താവും? 20, അതായത് ഇതിനെ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് 20 ഇവിടേക്ക് വരും. 50 ഇവിടേക്ക് പോകും. 60 ഇവിടേക്ക് ആവും. ബാക്കി അതുപോലെ തന്നെ നിൽക്കും. 10, അടുത്തത് 8, 50, അടുത്തത് 50. ഓക്കെ, അടുത്തത് 50. അപ്പൊ ഇതിപ്പോ എന്താ? 2 - 2 0, 1 - 0 0, 0, ഇവിടെ 0, ഇവിടെ എന്ന് പറയുന്നത് -1, ഇവിടെ 0 വരും. ഇനി അടുത്ത കേസിൽ എന്താ? 32 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 32 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? ഇൻസേർട്ട് 32 ഇൻസേർട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? 20, 50, 32 എന്ന് പറയുന്നത് ഇവിടെ വരും. 60 ഇവിടെ വരും. പിന്നെ 10, 8, 50. ബാക്കി വെക്കുമ്പോൾ എന്താ? ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0. ബാലൻസ്ഡ് ആണ്.
ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് 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 46 ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ എന്തോന്നു 20 ഇവിടെ 10 ഇവിടെ എന്ന് പറയുന്നത് 50 15നേക്കാളും ഇത് 60 അതുപോലെ തന്നെ 32 ഇവിടെ ഉണ്ട്. അപ്പോ 46 എന്ന് പറയുന്നത് ഇവിടെ വരും 46. ഇനി അടുത്തതെന്ന് പറയുന്നത് 15 അടുത്തതെന്ന് പറയുന്നത് ഇവിടെ 8. അപ്പൊ ഇതും എന്താണ് ഇതിന്റെ ഇത് നോക്കുമ്പോ ഇതും ബാലൻസ്ഡ് ആണ്. അപ്പൊ അതും പ്രശ്നമില്ല. ഓക്കെ, ബാലൻസ്ഡ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇൻസേർട്ട് 11. ഓക്കെ, ഇൻസേർട്ട് അടുത്ത കേസിൽ എന്ന് പറയുന്നത് ഇൻസേർട്ട് 11. ഓക്കെ, ഇൻസേർട്ട് 11 ഇൻസേർട്ട് 11. അപ്പൊ എന്ത് വരും? 20 10 അടുത്ത 10 50 8 15 എന്ത് വരും? 32 അടുത്തെന്ന് പറയുന്നത് 60 ഇവിടെ എന്തുണ്ട്? 46 15നേക്കാളും ലെസ് ആണ് 11. അപ്പൊ ഇതും എന്താണ് ബാലൻസ്ഡ് ആണ്. സോ പ്രശ്നമില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻസേർട്ട് 48 ഇൻസേർട്ട് അടുത്തത് ഇൻസേർട്ട് 48 ചെയ്യുന്ന സമയത്ത് 20 10 അടുത്തത് 50 അടുത്തത് 8 15 32 60 11 അടുത്തത് 30 ഇവിടെ 46 ഇവിടെ 48. ഇതെന്ത് വന്നു? ഇതെന്ന് പറയുന്നത് അൺബാലൻസ്ഡ് വന്നു. ഇവിടെ എന്ത് വരും? ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 2 3 3 മൈനസ് 1 2 3 4. ഇത് -1. ഇവിടെ എന്ന് പറയുന്നത് 1 - 2 - 1 0. ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0. ഇവിടെ എന്ന് പറയുന്നത് 3 - 1 ഇത് 2 ഇത് 1 ഇത് -1 ഇത് 0 ഇത് 0. ഇത് ഇവിടെ വന്നു. അപ്പോ നമ്മൾ നോക്കുകയാണ് എവിടെ ആഡ് ചെയ്തപ്പോഴാണ്? ലെഫ്റ്റിന്റെ റൈറ്റിൽ ആഡ് ചെയ്തപ്പോഴാണ്. ലെഫ്റ്റിന്റെ റൈറ്റിൽ. അപ്പൊ ഏത് കേസ്? സോറി, ഈ നോഡിന്റെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്തു. എന്താണ്? 48 32 46 48. സോ നമുക്ക് വരണത് എന്താ ഇതിന്റെ ഏത് ഭാഗത്ത് ആഡ് ചെയ്തപ്പോഴാണ്? റൈറ്റിൽ ആഡ് ചെയ്തപ്പോഴാണ്. അതായത് റൈറ്റിൽ ഈ നോഡിന്റെ റൈറ്റിൽ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് വന്നത്. സോ നമ്മൾ എന്ത് റൈറ്റിൽ ആഡ് ചെയ്ത കാരണം നമുക്ക് എന്ത് വേണം? ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യണം. അപ്പോ ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് വന്നു? 20 10 അടുത്തത് 50 അടുത്തത് 8 അടുത്തത് 15 അടുത്തത് 46 അടുത്തതെന്ന് പറയുന്നത് 60 അടുത്തതെന്ന് പറയുന്നത് ലെഫ്റ്റില്. സോ ഇതിന്റെ ലെഫ്റ്റില് 11 വരും. 46 റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 32ഉം 48ഉം. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ്ഡ് റീ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ AVL വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം സിക്സാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലാണ് നോഡ് ആഡ് ചെയ്തപ്പോഴാണ് ബാലൻസ് ഫാക്ടർ തെറ്റിയെങ്കിൽ നമ്മൾ റൈറ്റ് റൊട്ടേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. റൈറ്റ് റൊട്ടേഷൻ. ഇനി റൈറ്റിലാണ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ബാലൻസ് ഫാക്ടർ തെറ്റിയെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ. ഇനി ലെഫ്റ്റ് റൈറ്റ് കേസ് ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ ആണ്. റൈറ്റ് ലെഫ്റ്റ് കേസ് ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ. ഇതാണ് നമ്മൾ നോക്കുന്നത്.